നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മകളെ വിവാഹം കഴിച്ച് അയക്കുന്ന സമയത്ത് സ്ത്രീധന നിരോധന നിയമം ഉണ്ടെങ്കിൽ പോലും ഇന്നും പല മാതാപിതാക്കളും അവൾക്ക് വേണ്ടി സ്വർണവും പണവും സമ്പാദ്യവും ഒക്കെ നൽകുന്നുണ്ട്. നിയമലംഘനമാണ് എന്നറിയാമെങ്കിൽ പോലും പല മാതാപിതാക്കളും അത് അങ്ങനെ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണം തങ്ങളുടെ ഈ കഴിഞ്ഞ ജീവിതത്തിൽ അത്രയും പൊന്നുപോലെ സൂക്ഷിച്ച തൻ്റെ മകൾ അവിടെ സുരക്ഷിതമായി സന്തോഷത്തോടെ അവളുടെ സമ്പാദ്യം എന്നുള്ള രീതിയിൽ ഒരു ധൈര്യത്തിലെങ്കിലും ജീവിച്ചോട്ടെ, അവളുടെ ജീവിതം സുഖകരമാകാൻ ഈ സമ്പാദ്യമെങ്കിലും ഉണ്ടാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ്. പക്ഷേ തൻ്റെ മകളുടെ ജീവിതം സുന്ദരമാക്കാൻ വേണ്ടി മാതാപിതാക്കൾ നൽകിയ ആ പണവും ആ സ്വർണവും കൊണ്ട് തന്നെ പെൺകുട്ടികളുടെ ജീവൻ എടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സ്ത്രീധന പീഡന മരണങ്ങൾ പലപ്പോഴും ഇത്തരം സമ്പാദ്യങ്ങളെ ചൊല്ലി തന്നെയാണ് ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആറ്റുകാലിനടുത്ത് നിന്ന് സമാന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ അത് നമ്മൾ കരുതിയതുപോലെ കേവലം ഗാർഹിക പീഡനമോ സ്ത്രീധന പീഡനമോ മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് നഗ്നമായിട്ടുള്ള സത്യം. വിവാഹം കഴിഞ്ഞ് 9 മാസം തികയും മുൻപ് ഭർത്തൃ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തത് കേവലം 50 പവൻ സ്വർണം ഭർത്താവ് പണയം വെച്ചതിന്റെ പേരിലാണ് എന്നാണ് ഈ സംഭവത്തിൽ നിലവിൽ കേരളക്കരയിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അത് മാത്രമല്ല ആ പെൺകുട്ടിയുടെ ജീവനെടുക്കാൻ കാരണം. സ്ത്രീധനത്തിന്റെ പേരിൽ ഇനിയും എത്ര പെൺകുട്ടികൾ മരണപ്പെടും? ആ ചോദ്യം ആവർത്തിക്കുന്നതിനിടയിലാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. കേവലം സ്വർണത്തിന്റെയോ സ്ത്രീധനത്തിൻ്റെയോ പേരിലല്ലായിരുന്നു അവളുടെ ജീവൻ പണയം വെച്ചത്. ആ 27-ാം വയസ്സിൽ അവൾ സ്വപ്നം കണ്ടു തുടങ്ങിയ ജീവിതത്തിൽ അവൾക്ക് ലഭിച്ച തിരിച്ചടികൾ, അവൾക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ അവളെ ഭർത്താവിനെ കുറിച്ച് കേൾക്കുന്നു. തൻ്റെ ഭർത്താവിന് അവിഹിത കഥകളുണ്ട് എന്ന് അറിഞ്ഞ് മനം നൊന്താണ് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. വിവാഹശേഷവും അയാൾക്ക് ഈ പറയുന്ന ചില ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയതോടെ അവൾ ഈ ജീവിതത്തോട് തന്നെ തോറ്റുകൊണ്ട് വിട പറയുകയായിരുന്നു. നിങ്ങൾ കേട്ടത് ശരിയാണ്. വഞ്ചനയുടെയും ക്രൂരതയുടെയും ഭർതൃപീഡനത്തിന്റെയും ഒടുവിലത്തെ അധ്യായമാണ് കഴിഞ്ഞ ദിവസം ആറ്റുകാലിൽ നിന്ന് നമ്മൾ കേട്ടത്. ഇന്നലെ ആറ്റുകാൽ ചിറമുക്ക് SML അഞ്ചൽ അംബിക സദസ്സിൽ ആത്മഹത്യ ചെയ്ത ആരതി എന്ന് പറയുന്ന 27-കാരിയുടെ വിയോഗ വാർത്തയിൽ വേദനിക്കുകയാണ് വർക്കല, ചെമ്മരുതി, വടശ്ശേരി കോണം നിവാസികൾ ഒന്നടക്കം. കാരണം മകളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വടശ്ശേരി കോണത്തെ വീട്ടുവളപ്പിൽ എത്തിയപ്പോൾ കരച്ചിലടക്കാൻ ആ മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും സാധിച്ചിരുന്നില്ല. സ്ത്രീധനമായി കൊടുത്ത സ്വർണമെല്ലാം പണയം വയ്ക്കുകയും സ്ത്രീധനത്തിനായി വീണ്ടും ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതോടെ തുടങ്ങിയ കലഹം മകളുടെ ജീവൻ എടുക്കാൻ വരെ കാരണമായി മാറുമെന്ന് ആ വൃദ്ധ മാതാപിതാക്കൾ കരുതിയിരുന്നില്ല. 1.5 വർഷം മുൻപ് ഇവർ വിവാഹിതരായത് അന്ന് മുതൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ എന്നാണ് ഇപ്പോൾ ഇവരുടെ വീട്ടുകാർ പറയുന്നത്. ആരതിയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തുടക്കം മുതലേ പീഡനങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു. വിവാഹത്തിന് മുൻപ് ഇയാൾക്ക് മറ്റൊരു യുവതിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാണ് ആരതിയുടെ കുടുംബം പിന്നീട് അറിയുന്നത്. ആ പെൺകുട്ടി വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തിരുന്നു എന്നുള്ള വാർത്ത കുടുംബം പറഞ്ഞപ്പോൾ പോലും കരുതിയില്ല തൻ്റെ മകൾക്കും ഈ ഗതി വരുമെന്ന്. ആ ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. ആ വിവരം അറിഞ്ഞ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആരതിയും ഈ ലോകത്തോട് വിട പറയുന്നു. താൻ വഞ്ചിക്കപ്പെട്ടു എന്നും തനിക്ക് മുൻപ് ജീവിതത്തിൽ വന്ന പെൺകുട്ടിക്ക് സംഭവിച്ച ഗതി തന്നെയാണോ തനിക്കും വരാനിരിക്കുന്നത് എന്നുള്ള ആശങ്കയും ആരതിക്ക് നിലവിലുണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത്. ഇത്തരം ആശങ്കകളും ഭയവും നിൽക്കുന്ന സാഹചര്യത്തിന് പിന്നാലെയാണ് വിവാഹശേഷം മറ്റൊരു യുവതിയുമായി ഭർത്താവിന് ബന്ധമുണ്ട് എന്ന് ആ പെൺകുട്ടി കാണുന്നത്. തെളിവുകളും ചിത്രങ്ങളും ആ ബന്ധത്തിനെ തുടർന്നുള്ള കാര്യങ്ങളും ഒക്കെ ആരതി അറിഞ്ഞതോടുകൂടെ അവൾ ആകെ തളർന്നു. ഇത്തരത്തിൽ ഭർത്താവിന്റെ പുതിയ ബന്ധം കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ള സംസാരമാണ് തർക്കങ്ങൾ രൂക്ഷമാകാൻ കാരണമാകുന്നതും പിന്നീട് ഇതിന്റെ പേരിൽ ഇവൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ കാരണമായതെന്നുമാണ് സൂചന. വിവാഹ സമയത്ത് ആരതിക്ക് നൽകിയ 50 പവൻ സ്വർണം വണ്ടി വാങ്ങാൻ എന്ന പേരിൽ മറ്റാവശ്യങ്ങൾക്കുമായി ഇയാൾ പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തു. എല്ലാം നഷ്ടപ്പെട്ട ശേഷവും പണം ആവശ്യപ്പെട്ട് ആരതിയെ ശാരീരികമായും ആ ക്രൂരൻ
ക്രൂരമായിട്ട് ആക്രമിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ശരീരം മുഴുവൻ മർദ്ദനമേറ്റ പാടുകൾ. ആരതി അമ്മയ്ക്ക് ഒടുവിൽ ഗതികെട്ടാണ് വാട്സപ്പിൽ ആ ഫോട്ടോസുകൾ അയച്ചു കൊടുക്കുന്നത്. ഇന്നലെ വൈകിട്ടും ഇയാൾ ആരതിയെ മർദ്ദിച്ചതായിട്ടാണ് കുടുംബം കണ്ടെത്തിയിരിക്കുന്നത്. ഭർത്താവ് വീട്ടിലുള്ള സമയത്താണ് ആരതി ജീവനൊടുക്കിയത് എന്നതും ആരതിയുടെ മരണത്തിൽ ചില ദുരൂഹതകൾ തുടരുന്നുണ്ട് എന്ന് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. വീടിന് പുറത്ത് ഇരിക്കുകയായിരുന്ന ഇയാൾ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ആരതി അമ്മയെ വിളിച്ച് ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അമ്മയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്തു. ഭർത്താവിന്റെ മുൻകാല ബന്ധങ്ങൾ, ആത്മഹത്യകൾ, നിലവിലെ സാമ്പത്തിക ഇടപാടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇത്തരം കാര്യങ്ങളിൽ പോലീസ് അന്വേഷണ പരിധിയിൽ ശക്തമായിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയുടെ മരണത്തിൽ ഭർത്താവിന്റെ പങ്ക് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ ആരതിയുടെ കുടുംബത്തിന്റെ ആവശ്യം. തിരുവനന്തപുരം ആറ്റുകാലിലാണ് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന വർക്കല സ്വദേശി ആരതി എന്ന് പറയുന്ന പെൺകുട്ടി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആരതിയുടെ ഭർത്താവും കല്ലറ സ്വദേശിയുമായിട്ടുള്ള അതിലിനെ ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡന നിരോധന നിയമം 498A എന്ന് പറയുന്ന വകുപ്പ്, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നും ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മരിച്ച ആരതിയുടെ ശരീരത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനേറ്റ നിരവധി പാടുകൾ ഉണ്ട് എന്നത് ഇൻക്വസ്റ്റ് നടപടികളിൽ കണ്ടെത്തിയതോടെ അതുലിന് കുരുക്കുമുറുകുകയാണ്. മകളെ ഭർത്താവ് അതുൽ നിരന്തരം ഉപദ്രവിച്ചിരുന്നു എന്നാണ് ആരതിയുടെ അമ്മയടക്കം വെളിപ്പെടുത്തുന്നത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ആരതി പലപ്പോഴായി അമ്മയ്ക്ക് നൽകിയിട്ടുണ്ട്. മദ്യപിച്ചെത്തിയ ശേഷവും രാത്രിയിലെ മർദ്ദനവും ഇയാൾ പതിവാക്കിയിരുന്നെന്നാണ് പോലീസും കണ്ടെത്തുന്നത്. ചർമ്മത്തിൽ നുള്ളി വലിച്ച പാടുകളും മർദ്ദനത്തിൽ പരുക്ക് തെളിയിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളും ആരതിയുടെ ബന്ധുക്കളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് വിവരം. ഭർത്താവിന്റെ പീഡനം വിവരിക്കുന്ന ആരതിയുടെ ഡയറിയും പോലീസ് കണ്ടെടുത്തു. അതുൽ ശാരീരികമായി ഉപദ്രവിച്ചതിന്റെ പാടുകൾ ആരതി അമ്മയ്ക്ക് വാട്സപ്പിൽ ഫോട്ടോയായി നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടും ഇയാൾ ആരതിയെ ഉപദ്രവിച്ചതായാണ് റിപ്പോർട്ടുകൾ. 1.5 വർഷം മുൻപാണ് ആരതിയും അതുലും തമ്മിൽ വിവാഹം കഴിക്കുന്നത്. 6 മാസം മുൻപ് ഇവർ ആറ്റുകാലിലെ വാടക വീട്ടിലേക്ക് താമസം മാറ്റുന്നു. വിവാഹം കഴിഞ്ഞ് 3 മാസം തികയും മുൻപ് അതുൽ ആരതിയെ പല കാരണങ്ങൾ കൊണ്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. എന്തായാലും ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് സഹികെട്ടാണ് ആരതി സ്വന്തം ജീവൻ ഒടുക്കിയതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7 മണി കഴിഞ്ഞതോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ആരതിയുടെ സംസ്കാര ചടങ്ങുകൾ. ഗൾഫിലായിരുന്ന പിതാവ് ബൈജു മകളുടെ മരണവിവരം അറിഞ്ഞ് കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ് നാട്ടിലെത്തി. ആതിര ഏക സഹോദരിയാണ്. പ്രവാസിയായ ബൈജു സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്താണ് തന്റെ മകളുടെ വിവാഹം ചെയ്തത്. അതുൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറാണ് എന്ന് തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ കല്യാണം കഴിച്ചത് എന്നും പറയുന്നു. എന്നാൽ ഇത്തരത്തിൽ തെറ്റിദ്ധാരണ നടത്തി വിവാഹത്തിന് ശേഷം ലോൺ സെക്ഷനിലെ എക്സിക്യൂട്ടീവ് ആണ് എന്ന് അറിയുകയായിരുന്നു. ധനകാര്യ സ്ഥാപനത്തിലെ അതുലിന്റെ ജോലി സൗകര്യവും ആരതിയുടെ പഠനത്തിന്റെ സൗകര്യവും പറഞ്ഞാണ് അതുൽ പിന്നീട് ആറ്റുകാലിലെ വാടക വീട്ടിലേക്ക് എത്തിയത്. അതുലിന്റെ അനുജനം ഈ വീട്ടിൽ വന്നിരുന്നു എന്നാണ് സൂചനകൾ. രാവിലെ ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങുന്ന ഇരുവരും വൈകിട്ടാണ് തിരിച്ചെത്താറ്. സമീപവാസികളുമായി യാതൊരു ബന്ധവും അതുലിനില്ല. ആരതി മാത്രമാണ് പരിസരവാസികളോട് സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെ സംസാരിക്കുന്നതിനും അതുൽ നിയന്ത്രണങ്ങൾ നൽകിയിരുന്നു. അങ്ങനെ സംസാരിച്ചാൽ പോലും അതുൽ അവളെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഈ കഴിഞ്ഞ ബുധനാഴ്ച ആരതി അവസാനമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെന്ന വിവരം കണ്ണീരോടെ പറഞ്ഞു എന്നാണ് സമീപവാസിയായ ബേബി പ്രതികരിക്കുന്നത്. ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ പലപ്പോഴായി ആരതി വീട്ടിലും അറിയിച്ചിരുന്നു. എന്നാൽ കുടുംബ ജീവിതമാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഉപദേശം ബന്ധുക്കൾ നൽകിയതോടെ ആരതിക്ക് വേറൊരു മാർഗമില്ലാതായി എന്നുള്ളതാണ് വസ്തുത. എന്തായാലും അങ്ങനെ ഒരുപാട് സഹികെട്ടാണ് ആരതി ഇപ്പോൾ സ്വന്തം ജീവൻ ഒടുക്കിയിരിക്കുന്നത്. സംഭവ ദിവസം വീട്ടിലുണ്ടായിരുന്ന വഴക്കിന് ശേഷം മാനസികമായി തളർന്ന ആരതി ആത്മഹത്യ ചെയ്തു എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും വഴക്കിട്ടതിനെ തുടർന്ന് ആരതി മുറിയിൽ കയറി വാതിലടച്ചെന്നും
പക്ഷേ കുറേ സമയത്തിനു ശേഷവും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അതുൽ സിറ്റൗട്ടിലിരുന്ന് മദ്യപിച്ചതിനു ശേഷം ബന്ധുക്കളോട് പെട്ടെന്ന് ഈ വിഷയം മനസ്സിലായതോടുകൂടെ ഇടപെടുകയായിരുന്നു എന്നൊക്കെയാണ് പുറത്തു വരുന്ന സൂചനകൾ. എന്തായാലും നമ്മുടെ നാട്ടിൽ സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത് തെറ്റാണെന്ന് അറിയുമായിരുന്നിട്ട് പോലും ഇപ്പോഴും പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മകളുടെ ജീവിതം സുരക്ഷിതമാക്കാനും അവൾക്കൊരു സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ലഭ്യമായിക്കോട്ടെ എന്ന് കരുതിയാണ് പല മാതാപിതാക്കളും ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തുന്നത്. പക്ഷേ അത്തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ പോലും ജീവൻ രക്ഷപ്പെടുത്താൻ, മകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ള നഗ്നമായിട്ടുള്ള സത്യമാണ് നമ്മൾ ഇത്തരം വാർത്തകളിലൂടെ കാണുന്നത്. നിലവിൽ സ്ത്രീധന നിരോധന നിയമം ഇന്ത്യയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന പീഡനങ്ങൾ, അത്തരത്തിലുള്ള വാർത്തകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. രാജ്യത്ത് ഓരോ മണിക്കൂറിലും ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ.